ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് നെക്സ്റ്റ് ഡേ ഞാൻ ഇല്ലാതായി പോയാൽ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാൽ സത്യ ശരിക്കും എന്തുവാ ആസ്വദിക്കുമോ ആ ഒരു മുഹൂർത്തം? ഓ, കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. സത്യ എനിക്കറിയാം അത് ഒരു ആ ചോദ്യം വളരെ കടുത്ത ചോദ്യമാണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഒരു കുടുംബത്തിൽ മകനോട് ചോദിക്കരുത് അച്ഛനെ ഇല്ലാതായപ്പോൾ നീ എന്ത് ചെയ്യുന്നു. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിന്റെ ഈ പ്രായത്തിൽ ഞാൻ ശരിക്കും എൻ്റെ വീട്ടിൻ്റെ ഒരു ഗുണഭോക്താവ് മാത്രമായിരുന്നു. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അച്ഛനാണ്. അപ്പം അച്ഛനില്ലെങ്കിൽ അച്ഛൻ ആ വീടിൻ്റെ നെടുന്തൂണായിരുന്നു. അമ്മയ്ക്കൊന്നും അറിയില്ല, മറ്റാർക്കും ഒന്നും അറിയില്ല വീട് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അച്ഛൻ വെച്ച് വിളമ്പ് അച്ഛൻ കൊണ്ടു തരുന്നത്, അമ്മ വെച്ച് വിളമ്പത് മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ഞാൻ തിരിച്ചു വരുന്നത് അച്ഛൻ്റെ ഒരു അവസാന സമയത്താണ്. ആ ഒരു നിമിഷം ഒരു ഫുൾ സ്റ്റോപ്പിൽ അച്ഛൻ അവസാനിച്ച് തീർന്നപ്പോൾ, ആ ഒരു ആക്സിഡൻറ്റിൽ അച്ഛൻ ഇല്ലാതായി പോയപ്പോൾ എൻ്റെ ജീവിതം കീഴ്മേ മറിഞ്ഞാണ്. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു, എന്തെങ്കിലും അച്ഛൻ ഇതുപോലെ എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ. ഒരു പക്ഷേ ഈ ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്നു, എവിടെയെങ്കിലും ഒന്ന് പ്രിപ്പറേഷൻ, അടുത്ത സ്റ്റെപ്പിലെങ്കിലും ഈ പ്രിപ്പറേഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഇതുപോലെ ഞാൻ ഒരു നിമിഷം രാവിലെ സന്തോഷത്തോടെ നമ്മൾ ഇരുന്ന് പെട്ടെന്ന് ഞാനൊന്ന് ഇല്ലാതായി പോയാൽ നീ ശരിക്കും എന്നെ മിസ് ചെയ്യുമോ, അതോ നീ എൻ്റെ ആബ്സെൻസിനെ ആഘോഷിക്കുമോ? വേണ്ട, ഇതിന്റെ ഇല്ല, അത് ആൻസർ ചെയ്യണം സത്യ. കാരണം ഇത് റിയാലിറ്റിയാണ്. നിനക്കത് നീ ഇപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നീ അത് ഒരു വല്ലാതെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് അനുഭവിച്ച് ഞാനോ അല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഒക്കെ അനുഭവിക്കുമ്പോൾ ആ വീട് എന്ത് ചെയ്യണമെന്നറിയാം. അല്ല നീ സന്തോഷിക്കോ അല്ലെങ്കിൽ ദുഃഖിക്കോ എന്നുള്ളതല്ല, നീ എന്തായിരിക്കും നിന്റെ അടുത്ത സ്റ്റെപ്പ്? ഇനി അച്ഛന് അതിന് ഉത്തരം വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും, അല്ല പറയൂ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ജിക്സോ പസിൽ പോലെയാണെന്ന് വെച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരിക്കലും ശ്രമിച്ചത് ആ പസിൽസിൻ്റെ ഓരോ പീസസ് കറക്റ്റായിട്ട് എടുത്ത് വെക്കാനല്ല, ആ പസിൽസ് വെക്കാനൊരു പ്ലാറ്റ്ഫോമാണ് അച്ഛൻ ഉണ്ടാക്കി തന്നത്. ആ പ്ലാറ്റ്ഫോമിൽ അച്ഛൻ്റെ ഐഡിയോളജീസും അച്ഛൻ്റെ തോട്ട്സും അച്ഛൻ്റെ എന്നല്ല വാല്യൂസും എല്ലാമാണ് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ആ തന്ന ഫൗണ്ടേഷൻസും ആ വാല്യൂസും ഐഡിയോളജീസും ഞാൻ മാത്രമല്ല, അഭിരാമിയുണ്ട്, അമ്മയുണ്ട്, പിന്നെ അച്ഛൻ്റെ അനുസരണ ഇല്ലാത്ത ഡൂക്കും ഉണ്ടല്ലോ ഒരു സൈഡിൽ. അപ്പോൾ ഇവരെ എല്ലാവരെയും ഇതേ വാല്യൂസും ഐഡിയോളജീസും വെച്ചിട്ട് മുന്നോട്ട് പോകും. പിന്നെ അച്ഛൻ ഒരു കാര്യം കൂടെ എന്നോട് എന്നും പറഞ്ഞിട്ടുണ്ട്, ഈ പാസ്റ്റും ഫ്യൂച്ചറും അല്ല നോക്കണ്ട, ഇന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തേക്ക് അതിന് ഉത്തരം അത്രയും മതി. കാരണം ഇന്നത്തേക്ക് നമ്മൾ ഹാപ്പിയാണ്, അതുപോലെ വെറുതെ ആ ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കണം. പക്ഷെ അത് പ്രിപ്പയർ ചെയ്തിരിക്കണം സത്യം. ആരായാലും അത് നമുക്കറിയില്ല, ഞാൻ പറഞ്ഞ പോലെ വാട്ട് നെക്സ്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട ബാങ്ക് ബാലൻസും നല്ല വിദ്യാഭ്യാസവും മാത്രമല്ല, അടുത്ത നിമിഷം എന്ത് സംഭവിച്ചാലും എന്നെ ഫേസ് ചെയ്യാനുള്ള കരുത്തോട് ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ വേണ്ട ഇത്രയും ഹെവിയാണ് ഞാൻ. ഇപ്പം നമ്മൾ കുറച്ച് ജോളിയായിട്ട് വേണ്ട, ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിക്കാം. എന്തായാലും ഈ ഒരു ചോദ്യം കഴിഞ്ഞ് ഇത്രയും ഹെവി ആയിട്ടുള്ള ചോദ്യം കഴിഞ്ഞ് എനിക്കൊന്ന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈമാണ്. അപ്പം അച്ഛൻ തന്നെ ചോദിക്കും നെക്സ്റ്റ് ചോദ്യം. പിന്നെ ഇതുപോലെ നമ്മൾ ചോദ്യോത്തരം അല്ല, ഇറ്റ്സ് എൻ ഓപ്പൺ ടോക്ക് വിത്ത് ബിയോണ്ട് ബ്ലഡ് ലൈൻ. നമ്മൾ ഒരു സൗഹൃദ സംഭാഷണം, അച്ഛനും മകനും. ഒരു ലൈഫിൻ്റെ ഞാൻ മകനിൽ നിന്നും അച്ഛനായി, നീ ഇപ്പം മകനായിട്ട് നിൽക്കും, നീ നാളെ അച്ഛനാകും. ഇൻ ബിറ്റ്വീൻ ഒരു ട്രാവലിന് നമ്മുടെ സംസാരം ഉപകരിക്കുമെന്ന് കരുതിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് എപ്പോഴും വേദന തോന്നിയൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതായത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചൊരു കാര്യമാണ്, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വലിയ പ്രശ്നമാണ്, നിൻ്റെ അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തിമായിരുന്നു നീ അന്ന് കൊച്ചുകുട്ടിയായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എടുത്തേറും അതുമൊക്കെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റിലായി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇതേ ആ സമയത്ത് ഇപ്പം സത്യയുടെ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? ആ ഒരു വഴക്ക് സമയത്ത്, ഞങ്ങളുണ്ടായ പ്രശ്നങ്ങൾ സമയത്ത് കുട്ടിയായിരുന്ന സത്യക്ക് എന്താണെന്ന് തോന്നിയത്?